വെൽക്കം ടു കലവറ. കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്ന ഒരു പുഡിങ് ചെയ്യണമെന്ന്. സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മാങ്ങ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് മാംഗോ പുഡിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പുഡിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള 2 മാങ്ങ, പഞ്ചസാര 1/2 കപ്പ്, കോൺഫ്ലോർ 1/4 കപ്പ്, പാൽ 1/4 കപ്പ്, ഏലക്ക 4 എണ്ണം, വാനില എസൻസ്. പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. 4 ഏലക്ക. ഏലക്ക ഇട്ട് തിളപ്പിക്കുന്നത് പാലിൽ ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഏലക്കയുടെ ഒരു ചെറിയ ഫ്ലേവർ കാണും. ഏലക്ക വാങ്ങിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വാങ്ങിക്കും. അത് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം പകുതി ഞാനത് പൊടിക്കും, പകുതി മാറ്റി വയ്ക്കും. പഞ്ചസാര ചേർത്ത് ഏലക്ക പൊടിച്ചാൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അങ്ങനെ ആ മാറ്റി വയ്ക്കുന്നതിൽ നിന്ന് ഇങ്ങനെ ഓരോ ആവശ്യത്തിന് എടുക്കും. എപ്പോഴും ഏലക്ക കഴുകി മാത്രമേ എടുക്കാവുള്ളൂ, അതിൽ മരുന്നടിക്കുന്നതാണ്. ഏലക്ക ഇങ്ങനല്ലാതെ പൊടി ചേർത്ത് കഴിഞ്ഞിരുന്നാൽ പുഡിങ്ങിനകത്ത് ചെറിയ തരിതരി പോലെ കാണും. അതൊരു ഭംഗിയില്ലാതെ തോന്നും. ഇതിനു മുമ്പ് ബട്ടർ സ്കോച്ച് പുഡിങ്, ബ്രെഡ് പുഡിങ്, കോഫി പുഡിങ് ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണണേ. പാല് തിളച്ച് ഒരു 2 മിനിറ്റ് കൂടി ഇരുന്ന് തിളക്കട്ടെ, ആ ഏലക്കയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് പാല് തണുക്കാനായിട്ട് വെക്കാം. പാല് നന്നായിട്ട് തണുക്കണം. തണുക്കുന്ന സമയം കൊണ്ട് മാംഗോ കട്ട് ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഏലക്ക എടുത്ത് മാറ്റാം. ഏലക്കയുടെ നല്ല ഫ്ലേവർ ഉണ്ട് പാലിന്. 1/4 കപ്പ് പാലൊഴിച്ച് കോൺഫ്ലോർ കലക്കാം. കോൺഫ്ലോർ കലക്കി ഇനി ഇത് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ബൗളിലേക്ക് പകുതി മാങ്ങ ഇടാം. മാങ്ങ 2 പ്രാവശ്യമായിട്ടിട്ട് അടിച്ചെടുക്കാം. പകുതി പാലൊഴിക്കാം. ബാക്കിയിരുന്ന മാങ്ങയും പാലും കൂടെ അടിച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത മാങ്ങയും പാലുമാണിത്. പാല് 1 കപ്പും മാങ്ങ 2 മാങ്ങയും. സ്റ്റൗ ഓണാക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇളക്കേണ്ടത്. പാലും മാങ്ങയും കൂടെ അടിച്ചത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അരിക്കാതിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അരിച്ചിട്ട് എടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. കോൺഫ്ലോർ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കിയിട്ട് വേണം ഒഴിക്കേണ്ടത്, അതല്ലെങ്കിൽ അടിയിൽ അടിഞ്ഞിരിക്കും. കോൺഫ്ലോർ ഒഴിച്ചു കഴിഞ്ഞിരുന്നാൽ നന്നായിട്ട് ഇളക്കണം, അതല്ലെങ്കിൽ കട്ടി പിടിക്കും. ഞാൻ ഈ എടുത്ത മാങ്ങ നല്ല പഴുത്തതുമായിരുന്നു, നല്ല മധുരമുള്ളതുമായിരുന്നു. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഓയിൽ ബ്രഷ് ചെയ്ത പാത്രത്തിലേക്ക് മാറ്റാം. നോർമൽ ടെമ്പറേച്ചർ ആകുന്നത് വരെ ഇതിവിടെ ഇരിക്കട്ടെ. പുഡിങ്ങിൻ്റെ ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. നേരത്തെ പാത്രത്തിൽ ഒഴിച്ചു വെച്ചപ്പം ബാലൻസ് വന്ന ഈ ചെറുതിൽ ഒഴിച്ചാൽ ഇനി ഇത് മാങ്ങയും മാതളനാരങ്ങയും വെച്ച് ഡെക്കറേറ്റ് ചെയ്യും. ഇനി മാതളനാരങ്ങ അതിനിടയിൽ ഒരു ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നരിയിൽ അത് ഇട്ടാൽ മതി. ഇതിനെ അടച്ച് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഒന്ന് സെറ്റ് ആകാൻ വേണ്ടിയാണ്, ഫ്രീസറിലല്ല. പുഡിങ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പുഡിങ് എങ്ങനെ സെറ്റാവണോ അതുപോലെ ആയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.